الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم بارك على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا وإمامنا وقدوتنا وقرة أعيننا محمد كما صليت وباركت على خليلك إبراهيم وعلى آل خليلك إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من رسول إلا بلسان قومه ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അകമ്പൊരുളിൻ്റെ അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ച് പറഞ്ഞു വരികയാണ് കഴിഞ്ഞ ഏതാനും ഖുതുബകളിലായി നാം. അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന് പ്രാദേശികമായ സംസ്കൃതികളെ ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം എന്നുള്ളതാണ്. ഇസ്ലാം എന്നാൽ എക്സ്ക്ലൂസീവ് അല്ല, ഇൻക്ലൂസീവാണ് എന്നുള്ളതാണ് അകമ്പൊരുളിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ആശയം. എല്ലാറ്റിനെയും ഒഴിവാക്കുകയല്ല, പറ്റാവുന്നവയെല്ലാം സ്വാംശീകരിക്കുകയാണ്, ഉൾക്കൊള്ളുകയാണ് ഇസ്ലാമിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇസ്ലാം എന്നാൽ ഏകമുഖ സംസ്കൃതിയുടെ, ഏക രൂപ സംസ്കാരത്തിൻ്റെ പേരാണ് എന്ന് തെറ്റായി പ്രചരിപ്പിക്കുന്നുണ്ട് പൗരോഹിത്യം. എല്ലാവർക്കും ഒരൊറ്റ വസ്ത്രം, എല്ലാവർക്കും ഒരൊറ്റ ആഘോഷം, എല്ലാവർക്കും ഒരൊറ്റ ഭക്ഷണ രീതി, എല്ലാവരുടെയും രൂപഭാവങ്ങളൊന്ന്. കണ്ടാൽ ഇയാൾ മുസ്ലിമാണ്, അല്ലെങ്കിൽ ഇന്ന മതവിഭാഗത്തിൽപ്പെട്ടയാളാണ്, ഇന്ന ഗ്രൂപ്പിൽപ്പെട്ടയാളാണ് എന്ന് മനസ്സിലാകുന്ന വിധത്തിൽ അടയാളങ്ങൾ വെച്ചു കൊടുക്കുന്ന രീതി അടുത്ത കാലത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പർദ്ദ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എല്ലാവരും കറുത്ത വസ്ത്രം ധരിച്ച്, സ്ത്രീകൾ കറുത്ത വസ്ത്രം ധരിച്ച് ഇറങ്ങണം, അല്ലെങ്കിൽ ഏതോ കളർ, അതിൻ്റെ ഒരു രൂപമുണ്ട്. ചില ആളുകൾ പറയും മുഖം കൂടി മൂടണം, നിഖാബ് ഇടണം എന്ന് പറയും. അങ്ങനെ പർദ്ദ ഇസ്ലാമിന്റെ വേഷമാണ് എന്ന് വളരെ പെട്ടെന്ന് പ്രചരിച്ചു. ഇത്രയും കാലം പർദ്ദ ഉണ്ടായിരുന്നില്ലല്ലോ എന്നാരും ചോദിച്ചില്ല. നമ്മുടെ ഉമ്മാമ്മമാരും നമ്മുടെ വല്യമ്മമാരും ഒക്കെ വെള്ളി അരഞ്ഞാണം കെട്ടി, മുണ്ടുടുത്ത്, കുപ്പായം ധരിച്ച്, തലയിൽ തട്ടം ചുറ്റിക്കെട്ടി അങ്ങാടിയിലിറങ്ങി കടയിൽ പോയി വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ എന്നാരും ചോദിച്ചില്ല. അങ്ങനെ ഇസ്ലാമിന്റെ വസ്ത്രമായി വളരെ പെട്ടെന്ന് പർദ്ദ മാറി. അങ്ങനെ ഈമാനുള്ള സ്ത്രീകളൊക്കെ പർദ്ദ ധരിക്കണം എന്ന് വന്നു. പർദ്ദ ധരിച്ചാലേ ഈമാൻ ഉള്ളൂ എന്നും വന്നു. അല്പം കൂടി ഈമാൻ വേണമെങ്കിൽ മുഖം മൂടണമെന്നും നിഖാബ് ധരിക്കണമെന്നും വന്നു. അങ്ങനെ റഫീഖ് അഹമ്മദ് പറഞ്ഞതുപോലെ മതദേഹങ്ങളായി സ്ത്രീകളുടെ ശരീരം മാറി. അത് പുരുഷന്മാരിലേക്കും വന്നു. അല്പം ഈമാനൊക്കെ തോന്നിക്കണമെങ്കിൽ ലോഹ ധരിക്കണം, അറബികൾ ധരിക്കുന്ന ലോഹ ധരിക്കണം. മീശയങ്ങ് പറ്റ വടിച്ചു കളയണം. താടിയുടെ നീളമൊക്കെ ഒന്ന് കൂടണം.
എന്നിങ്ങനെ പുരുഷന്മാർക്കും ചില മതാടയാളങ്ങൾ വന്നു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നമ്മൾ പണ്ട് എന്നാരും ചോദിച്ചില്ല. ഇങ്ങനെയാണ് പുതിയ അടയാളങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാർവലൗകികമായ ഒരു യൂണിഫോം ഇസ്ലാമിനുണ്ടോ? സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരു രീതിശാസ്ത്രമുണ്ടോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇത് പ്രാമാണികമായിട്ട് പറയുന്നതാണ്. പ്രവാചകൻ ലോഹ ധരിച്ചിട്ടുണ്ട്, പ്രവാചകൻ താടി വെച്ചിട്ടുണ്ട്, പ്രവാചകൻ മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് അറേബ്യൻ സംസ്കാരമാണ് എന്നുള്ളത് കൊണ്ടാണ്. കുല്ലുമാ യഫ്അലു ബിമുഖ്തദൽ ബശരിയ്യ വലാ യദ്ഹറു മിൻഹു ഖസ്ദു തഅബ്ബുദി വത്തശ്രീഇ വദ്ദഅവതി ലിൽഇഖ്തിദാ വദാലിക കൽ ഖിയാമി വൽ ഖുഊദി വൽ അക്ലി വശുർബി വന്നൗമി വൽ ഇസ്തിദ്ലാൽ. മനുഷ്യ സഹജമായ ചലനങ്ങൾ പ്രവാചകന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് പ്രാദേശികമായ സംസ്കൃതിയുടെ ഭാഗമാണ്. അദ്ദേഹം നടക്കുന്നത്, പ്രവാചകൻ ഇരിക്കുന്നത്, പ്രവാചകൻ തിന്നുന്നത്, പ്രവാചകൻ കുടിക്കുന്നത്, അദ്ദേഹം ഉറങ്ങുന്നത്, പ്രവാചകൻ യാത്ര ചെയ്യുന്നത്, മുടി മുടി വെട്ടുന്നത്, മുടി നീട്ടുന്നത്, വസ്ത്രം ധരിക്കുന്നത്, തലപ്പാവ് ധരിക്കുന്നത്, ഇതൊക്കെ ഇതൊക്കെ നാട്ടുകാരെല്ലാരും ധരിക്കുന്നത് പോലെ സ്വാഭാവികമായി ധരിക്കുന്നതാണ്. പ്രവാചകൻ തലപ്പാവ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അബൂജഹലും തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. അന്നാട്ടിൽ അബൂ സുഫിയാൻ തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. അന്നാട്ടുകാർക്ക് തലയിൽ തട്ടമിടുക എന്നുള്ളത് ആ പ്രദേശത്തിന്റെ ഒരു ആചാരമാണ്. വാളുകൊണ്ട് നടന്നിട്ടുണ്ട്. മരുഭൂമിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഹിംസ്രജീവികൾ വല്ലതും വന്നാൽ അവയെ നേരിടാൻ അവരുടെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നു. അത് അറേബ്യൻ സംസ്കാരത്തിന്റെ, ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇത് ഇസ്ലാമിൻ്റെതല്ല. അറേബ്യൻ സംസ്കാരവും ഇസ്ലാമിക സംസ്കാരവും രണ്ടാണെന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിന് ഒരു ഏകമുഖമായ സംസ്കാരമില്ല. സംസ്കാരം എന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഏകമുഖമായ ഒരു രീതിശാസ്ത്രമില്ല. മലയാളിക്ക് മലയാളിയുടേതായ ഇസ്ലാമുണ്ട്, മലയാളിയുടെ വസ്ത്രമുണ്ട്, മലയാളിയുടെ ഭക്ഷണമുണ്ട്, മലയാളിയുടെ രീതിശാസ്ത്രമുണ്ട്, ഭാഷയുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമി. സൂറ ഇബ്രാഹിമിൽ 4-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഒരു പ്രവാചകനും അതത് സമൂഹത്തിന്റെ ഭാഷയിലല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. ഇവിടെ ഭാഷ എന്ന് പറയുന്നത് വിനിമയത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദം എന്ന അർത്ഥത്തിൽ മാത്രമല്ല. ഭാഷ എന്നത് ഒരു സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്നതാണ്. നമ്മുടെ ഭാഷ എങ്ങനെയാണ്? നമ്മുടെ ഭാഷ ഇപ്പോൾ ഭീമാബദ്ധം എന്ന് നാം പറയുന്നത്, ഭീമൻ ആരാണെന്ന് പഠിച്ചാലേ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ലക്ഷ്മണരേഖ എന്ന് നമ്മൾ പറയുമ്പോൾ ഏത് ലക്ഷ്മണൻ എപ്പോൾ വരച്ച രേഖയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിത്രവധം എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയുമ്പോഴും ഒരു ഭാഷയുടെ പിറകിൽ ഒരു സംസ്കാരമുണ്ട്, ഒരു ഭാഷയുടെ പിറകിൽ ഒരു ചരിത്രമുണ്ട്, ഒരു ഭാഷ ഉണ്ടായിത്തീരുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോഴേ ഒരു ഭാഷ ഉണ്ടാകുന്നത്. അതിൽ ഭാഷ അങ്ങനെ തനിയെ പൊട്ടിമുളക്കുന്നതല്ല. മലയാളത്തിന്റെ ചരിത്രത്തിലൂടെ ഉണ്ടായിത്തീർന്നതാണ്. അത് മനസ്സിലാക്കുന്നവർക്കേ മലയാളം മനസ്സിലാകുള്ളൂ. ബാലികേറാമല എന്ന് നമ്മൾ പറയും, തൊട്ടാവാടി എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മുടെ പ്രദേശത്തെ കുറിച്ച്, നമ്മുടെ നാട്ടിൽ വളരുന്ന ചെടികളെ കുറിച്ച് അറിയുന്നവർക്ക് മാത്രമേ അവൾ തൊട്ടാവാടിയാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ്. അപ്പോ ഒരു ഭാഷ ഉണ്ടാകുന്നത് ഒരു സംസ്കാരത്തിലൂടെ, ഒരു പ്രദേശത്തിലൂടെ, അതിന്റെ പ്രകൃതിയിലൂടെ ഒക്കെയാണ്. നമ്മുടെ മഴ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ പ്രദേശത്ത് പെയ്യുന്ന മഴയുമായി ബന്ധപ്പെട്ടേ അത് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഓരോന്നിനും ഒരു ചരിത്രമുണ്ട്. അപ്പൊ ഭാഷയിലാണ് പ്രവാചകൻ സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൽ സംസാരിച്ചു എന്നല്ല. അവരുടെ കലയും അവരുടെ സാഹിത്യവും അവരുടെ സംസ്കാരവും അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രവും എല്ലാം പ്രവാചകൻ ഉൾക്കൊണ്ടിരുന്നു. ഒരു പ്രവാചകനും വേറിട്ടൊരു വസ്ത്രം ഉണ്ടായിരുന്നില്ല, ഒരു പ്രവാചകനും വേറിട്ടൊരു ഭക്ഷണ സംസ്കാരം ഉണ്ടായിരുന്നില്ല. ഇബ്രാഹിം നബിയുടെ നാട്ടുകാരുടെ വസ്ത്രമാണ് ധരിച്ചിരുന്നത്, അവരുടെ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്, അവരുടെ ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. ഇത് അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കൽ എന്തോ വലിയ പുണ്യമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ചക്ക കൊണ്ടാണ് മലയാളി നോമ്പ് തുറക്കേണ്ടത്, നമ്മുടെ മാങ്ങ കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. ഈത്തപ്പഴം അന്ന് നബിക്ക് അവിടെ കിട്ടുന്ന നല്ല ഭക്ഷണം ഈത്തപ്പഴമായിരുന്നു. അതുകൊണ്ട് ഈത്തപ്പഴം കൊണ്ട് നബി നോമ്പ് തുറന്നു. നമ്മൾ ഈത്തപ്പഴം വലിയ കാശ് കൊടുത്ത് ഈത്തപ്പഴം വാങ്ങണ്ട. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചക്കയാണ് നമ്മുടെ ഈത്തപ്പഴം.
നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാങ്ങയാണ് നമ്മുടെ നോമ്പ് തുറക്കാൻ സുന്നത്ത്. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഓരോ നാട്ടിനും അതാത് പ്രകൃതിക്കാണ് അല്ലാഹു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചക്കയും നമ്മുടെ നാട്ടിലെ പഴങ്ങളുമാണ് നമ്മുടെ സുന്നത്ത്. അതാണ് നമ്മുടെ ഇബാദത്ത്. ഇസ്ലാമിന് അങ്ങനെ ഒരു ഈത്തപ്പഴത്തിന്റെ കച്ചവടം ഇല്ല. ഈത്തപ്പഴം കച്ചവടം ചെയ്യാനല്ല മുഹമ്മദ് നബി വന്നിട്ടുള്ളത്, ഈത്തപ്പഴത്തിന്റെ പ്രചാരകനും അല്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സംസ്കാരം എന്ന് പറയുന്നത്, ഒരു ദീൻ എന്ന് പറയുന്നത് പ്രാദേശികമായി ഉൾക്കൊള്ളലാണ്. ആ പ്രദേശത്തിന്റെ സംസ്കൃതിയെ ഉൾക്കൊള്ളലാണ്. ഇസ്ലാമിലുള്ള ആരാധനകൾ നിങ്ങൾ നോക്കൂ. ആരാധനകൾ ആ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രവാചകൻ ആയിക്കോട്ടെ, ഖുർആനിൽ സഫാ മർവയ്ക്കിടയിൽ നടക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. അത് നിങ്ങൾക്ക് തെറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നടക്കുന്നതിൽ തെറ്റില്ല, നടക്കണം എന്നല്ല, പണ്ടേ നിങ്ങൾ നടന്നു വരുന്നതല്ലേ, നടന്നോളൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രദേശത്തിന്റെ സംസ്കൃതിയെ ഉൾക്കൊള്ളുന്നതിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്, തള്ളിക്കളയുന്നതിന്റെ പേരല്ല. അപ്പൊ നമ്മുടെ കർക്കിടവും നമ്മുടെ ചിങ്ങവും നമ്മുടെ കന്നിയും നമ്മുടെ തുലാവും ഒക്കെ നമുക്ക് മുഹറം പോലെ സഫർ പോലെ നമുക്ക് പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമായിരിക്കണം. അതിനെ മാറ്റിവെച്ചിട്ട് ഇത് അറബി ഭാഷക്ക് മലയാള ഭാഷയേക്കാൾ എന്തോ ഒരു പുണ്യമുണ്ടെന്ന് ആരും ധരിക്കണ്ട. മലയാള ഭാഷയാണ് മലയാളിക്ക് പുണ്യം. മലയാളത്തിൽ നമ്മൾ നിലവിളിക്കുന്നതിനേക്കാളും മലയാളത്തിൽ നമ്മൾ ചിരിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് അറബിയിൽ നമുക്ക് ചിരിക്കാനും കരയാനും കഴിയില്ല. കാരണം നമ്മുടെ അമ്മിഞ്ഞപ്പാലിന്റെ ഭാഷ, നമ്മുടെ ഉമ്മയുടെ ഉമ്മയിൽ നിന്ന് നമ്മുടെ മുലപ്പാൽ നുകരുമ്പോൾ നമ്മുടെ ഉമ്മ എന്നുള്ള വിളിയും കൂടി നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, നമ്മുടെ ഭാഷയിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ അറബിക്ക് എന്തോ ഒരു വലിയ മഹത്വമുണ്ട് നമ്മൾ വിചാരിക്കേണ്ട. അറബികൾക്ക് അറബിക്ക് മഹത്വമുണ്ട്. കാരണം അവൻ അറബിയിലാണ് കരയേണ്ടത്, അറബിയിലാണ് ചിരിക്കേണ്ടത്. നമുക്ക് മലയാളമാണ് നമ്മുടെ മഹത്വം. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ മലയാളത്തിൽ അറബിയിൽ പ്രാർത്ഥിച്ചാലേ അള്ളാഹ് കേൾക്കുള്ളൂ, അറബിയിൽ പ്രാർത്ഥിച്ചാലേ സ്വീകാര്യമാവുള്ളൂ ഒന്നുമില്ല. മലയാളത്തിലാണ് മലയാളി പ്രാർത്ഥിക്കേണ്ടത്. കാരണം അവന്റെ ആത്മനൊമ്പരങ്ങളെ വഹിക്കുവാൻ മലയാളത്തോളം ശക്തിയുള്ള മറ്റൊരു ഭാഷ മലയാളിക്കില്ല. എനിക്ക് നോക്കുന്നു എന്ന് പറയുന്നത് മറ്റേത് ഭാഷയിൽ പറഞ്ഞാലും അത്രമാത്രം അത് ഹൃദയഹാരിയാവുകയില്ല, അത്രമേൽ ആ വേദനയെ അത് വഹിക്കുകയില്ല. അപ്പോ നമ്മുടെ ഭാഷയിൽ, നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ചോറോളം ഒരു മന്തിയും എത്തൂല. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാം നമ്മുടെ പ്രദേശത്തിൻ്റെതായി തീരണം. അപ്പോൾ സുന്നത്ത് പറഞ്ഞിട്ട് വേറെന്തെങ്കിലും അങ്ങ് ഉൾക്കൊള്ളലല്ല. അറേബ്യൻ സംസ്കാരവും ഇസ്ലാമിക സംസ്കാരവും തമ്മിലുള്ള ആ ഒരു വരമ്പില്ലാതായി പോവുകയും അറേബ്യൻ സംസ്കാരമാണ് ഇസ്ലാമിക സംസ്കാരം എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അറബികൾ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യാൻ വളരെ പരിഹാസ്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിർമ്മിതിയുണ്ട്, നമ്മുടെ പള്ളി നമ്മുടെ നിർമ്മിതിയായിരിക്കണം, നമ്മുടെ അങ്ങനെ എല്ലാം നമ്മുടേതായിരിക്കണം. അറബികളെ ഇമിറ്റേറ്റ് ചെയ്യലല്ല ഇസ്ലാം. അറബികൾക്ക് അവരുടെ സംസ്കാരം വലുത്, മലയാളികൾക്ക് മലയാള സംസ്കാരമാണ് വലുത് എന്നറിയണം. ഇബ്നു ഹജർ പറയുന്നത് കാണുക, ഒരു പ്രദേശത്തിന്റെ ഭാഗമായി പ്രവാചകൻ ചെയ്തതൊന്നും സുന്നത്താണെന്ന് ധരിക്കരുത്. എന്നിട്ട് പറയുന്നു ബൽ ഹിയ മിനൽ ആദാത്തിൽ മുബാഹ, അതൊക്കെ പ്രവാചകൻ സ്വാഭാവികമായി സ്വീകരിച്ച നാട്ടാചാരങ്ങളാണ്. വലാ ഹർജ ഫി തഅസിബിഹാ ഇല്ലാ അൻ തകൂന മുഖാലഫത ലിമാ അലൈഹി നാസ്, ജനങ്ങൾക്ക് അരോചകമാകാത്ത വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൽ തെറ്റില്ല. ജനങ്ങൾക്ക് അരോചകം അല്ലാത്ത കാര്യങ്ങൾ അറബികൾ ചെയ്യുന്നത് പോലെ ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നിട്ട് പറയുന്നു ഒരു അറേബ്യയിലെ ഒരു സംസ്കാരം നാട്ടിലെ സംസ്കാരത്തോട് വിയോജിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ്. അങ്ങനെ മീശയൊക്കെ വടിച്ചിട്ട് താടിയൊക്കെ നീട്ടിയിട്ട് നടക്കുമ്പോൾ നാട്ടുകാർക്ക് പ്രയാസമാകുന്നുവെങ്കിൽ, നാട്ടുകാർക്ക് എന്ന് മാത്രമല്ല കൂടെ ജീവിക്കുന്നവർക്ക് പോലും പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ഇത് ഇബ്നു ഹജർ പറയുന്നതാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു നാടിനോട് ചേർന്ന് നിൽക്കണം, നാട്ടാരോട് ചേർന്ന് നിൽക്കണം, വിയോജിച്ചും വിഘടിച്ചും നിൽക്കലല്ല. ബഹിരാകാശത്തു നിന്ന് ഇറങ്ങി വന്ന ജീവികളെ പോലെ മാറി നിൽക്കലല്ല. നാട്ടുകാരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ നമുക്കുണ്ടായിരുന്നത്. നമുക്ക് മാപ്പിളപ്പാട്ടുണ്ടായിരുന്നു, മലയാള തനിമയുള്ള മാപ്പിളപ്പാട്ടുണ്ടായിരുന്നു, മലയാളത്തിൽ പേരുണ്ടായിരുന്നു നമുക്ക്. ഇപ്പൊ നമ്മുടെ ഒരു കുട്ടി ജനിക്കുമ്പോഴേക്കും അറബി ഡിക്ഷണറി പലതും. നമ്മുടെ മലയാളത്തിൽ നല്ല പേരുകളൊക്കെ ഉണ്ട്, ആ പേരുകളൊന്നും പോരാ, ഡിക്ഷണറികൾ പലതും. എന്നിട്ട് നീളമുള്ള പേരങ്ങിടും. അങ്ങനെയാണ് അമീറുൽ ഇസ്ലാം എന്ന് പറയുന്നയാള് ജിഷയെ കൊന്നത്. അപ്പൊ നമുക്ക് ഇസ്ലാം വിജൃംഭിതമായി. അറബിയിൽ പേരുണ്ടാകുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? അറബിയിൽ പേരിടുന്നത് പുണ്യമൊന്നുമല്ല. അറബിയിൽ അറബികൾ പേരിടണം. മലയാളത്തിൽ മലയാളികൾക്ക് മലയാളത്തിൽ പേരിടാലോ. എന്താ മലയാളത്തിൽ പേരിട്ടാൽ കുഞ്ഞാലിക്കുട്ടിക്ക് എന്താ തകരാറ്? ഞാൻ കുഞ്ഞാലിക്കുട്ടിന്ന് പേരിടണം എന്നല്ല ഞാൻ പറയുന്നത്. അതിലെവിടെ അറബി ഉള്ളത്?
മക്തി തങ്ങളിൽ എവിടെ അറബി ഉള്ളത്? അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഫസൽ പൂക്കോയ തങ്ങളിൽ എവിടെ അറബി ഉള്ളത്? പിന്നെ മുല്ലക്കോയ തങ്ങളിൽ എവിടെ അറബി ഉള്ളത്? നമുക്ക് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. മലയാളത്തിലെ ഏറ്റവും നല്ല പദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ പദങ്ങളൊന്നും പോരായിരുന്നു. നമുക്ക് വായിൽ കൊള്ളാത്ത അറബി പേരുകൾ തന്നെ വേണ്ടിയിരുന്നു. എന്നിട്ട് അറബി പേര് തേടി നമ്മൾ പോയി. ഇങ്ങനെ നാം പ്രാദേശികതയിൽ നമ്മളെ പിടിച്ചു മാറ്റലാണ് ഇസ്ലാം എന്ന ആരൊക്കെയോ നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ നാടിനോട് ചേർന്ന് നമ്മുടെ മണ്ണിൽ ചവിട്ടി നമ്മുടെ ഈ ഇവിടുത്തെ നെല്ലും ഇവിടുത്തെ ഗോതമ്പും ഇവിടുത്തെ ചോളവും ഒക്കെയാണ് നമ്മുടെ ഭക്ഷണം. ഈ മണ്ണാണ് നമ്മുടെ ഭൂമി. ഇവിടെയാണ് നാം ചവിട്ടി നിൽക്കേണ്ടത്. മക്കയിൽ പോയി മരിക്കലൊന്നും വലിയ സുന്നത്തുള്ള സംഗതിയൊന്നുമല്ല. അബൂജഹലും മക്കയിലാണ് മരിച്ചത്. ഇത് നമ്മൾ ഓർക്കണം. അങ്ങനെയാണ് ചില ആൾക്കാർ പറയും മക്കയിൽ പോയി മരിക്കണമെന്ന്. നമ്മുടെ പിറന്ന നാടോളം വരില്ല ഒരു നാടും. ഈ മണ്ണോളം വരില്ല ഒരു മണ്ണും. ഇവിടുത്തെ കാറ്റോളം വരില്ല ഒരു കാറ്റും. അപ്പൊ നമ്മുടെ മണ്ണ്, നമ്മുടെ സംസ്കൃതി ഉണ്ടല്ലോ, ഈ സംസ്കൃതിയിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു ഇസ്ലാമിനെയാണ് നമുക്ക് വേണ്ടത്. മണ്ണിന്റെ മണമുള്ള ഇസ്ലാം, അറേബ്യൻ ഗന്ധമുള്ള ഇസ്ലാമല്ല, ഊതിന്റെ മണമുള്ള ഇസ്ലാമല്ല, നമ്മുടെ നെല്ലിന്റെ മണമുള്ള ഒരു ഇസ്ലാമുണ്ട്. ഈ ഇസ്ലാമാണ് പ്രാദേശിക ഇസ്ലാം എന്ന് പറയുന്നത്. അതാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പ്രവാചകൻ ഈത്തപ്പഴം തിന്നത് ഈത്തപ്പഴത്തിന്റെ മഹത്വം കൊണ്ടല്ല, അത് ആ പ്രദേശത്തിന്റെ ഭക്ഷണമാണ് എന്നതുകൊണ്ടാണ്. അതനുകരിച്ച് നമ്മൾ നമ്മുടെ ഇളനീരാണ് കഴിക്കേണ്ടത്, നമ്മുടെ ചക്കയാണ് തിന്നേണ്ടത്. ഇങ്ങനെയാണ് നാം പ്രദേശത്തെ ഉൾക്കൊള്ളേണ്ടത്. പ്രദേശത്തെ ഉൾക്കൊള്ളുക എന്നുള്ളത് മതത്തിന്റെ, ദീനിന്റെ ഭാഗമാണ് എന്നറിയണം. അപ്പോഴേ നമുക്ക്, അല്ലാതെ നാം കേരളത്തിൽ ജീവിക്കുന്ന അറബിയായി മാറരുത്. അങ്ങനെയാണ് ഇപ്പൊ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ ജീവിക്കുന്ന അറബികളാണ്. എവിടെ പോയാലും ആ ലോഹയിട്ട് നടക്കുന്ന, ഈ മദ്രസയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ചെറിയ കുട്ടികൾ, 5 വയസ്സും 8 വയസ്സും 10 വയസ്സുള്ള കുട്ടികൾ ലോഹയിട്ടിട്ട് തെരുവിലൂടെ നടക്കുന്നു. അങ്ങനെ അറബി കുട്ടികളാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നു. പർദ്ദ ഇട്ടിട്ട് 5 വയസ്സുള്ള കുട്ടി പോകുന്നു. നാണം തോന്നുന്നു, ലജ്ജ തോന്നുന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടുകാരായി ജീവിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നറിയണം. അങ്ങനെയാണ് നമ്മൾ ഒപ്പന ഉണ്ടാക്കി. നമുക്ക് ഒപ്പനയുണ്ട്. അത് മലയാളി മുസ്ലിങ്ങളുടെ നൃത്തരൂപമാണ് ഒപ്പന എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ പ്രദേശത്തുണ്ടാക്കിയതാണ്. നമുക്ക് അറബി മലയാളം ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടേതായ ദഫും പാട്ടുകൾ ഉണ്ടായിരുന്നു, കോൽക്കളി പാട്ടുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഒരു പ്രദേശത്തോട് എങ്ങനെ ചേർന്ന് നിൽക്കാം എന്ന് പഠിക്കുന്ന പഴയ തലമുറയുടെ കരുതിവെപ്പായിരുന്നു അതൊക്കെ. നമ്മളെങ്ങനെ വിട്ടു നിൽക്കാമെന്നാണ് പഠിക്കുന്നത്. എങ്ങനെ വിട്ടു നിൽക്കാം? ഇവിടുത്തെ ആഘോഷങ്ങളൊന്നും നമ്മുടെ ആഘോഷമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓണവുമായി ബന്ധപ്പെട്ട് ഖുതുബയിൽ തന്നെ, പൂവ് നോക്കിയാൽ, പൂവ് തൊട്ടുപോയാൽ ശിർക്കാകുന്ന ഒരു തീവ്ര ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം, നമ്മൾ ജാഗ്രതയുള്ളവരാകണം. അതല്ല, ഓണം ആഘോഷിക്കുന്ന പൂവേ പൊലി പൂവേ പൊലി പൂവേ എന്ന് പാടുന്ന ഒരു ഇസ്ലാമുണ്ട്. പൂക്കൾ തേടി ഇറങ്ങുന്ന ഒരു ഇസ്ലാമുണ്ട്. പൂക്കളം ഇടുന്ന ഒരു ഇസ്ലാമുണ്ട്. മാവേലിയെ കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു ഇസ്ലാമുണ്ട്. ആ പാട്ട് പാടുന്ന ഒരു ഇസ്ലാമുണ്ട്. അങ്ങനെയാണ് ആ ഒരു പ്രദേശത്തിന്റെ ഇസ്ലാമിലേക്കാണ് നമ്മൾ വരേണ്ടത്. അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ നമുക്ക് വെവ്വേറെയായ ഒരു വേറിട്ട് നിൽക്കുന്ന, വ്യത്യസ്തമായി നിൽക്കുന്ന, എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു ഇസ്ലാമിനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല എന്നർത്ഥം. ഇൻക്ലൂസീവ് ആവുക, ഉൾക്കൊള്ളൽ ശേഷി ഉണ്ടാവുക, മാറ്റി നിർത്തലല്ല, മാറി നിൽക്കലുമല്ല, ചേർന്ന് നിൽക്കലാണ് ഇസ്ലാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈൻ محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم بدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരങ്ങളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്.
പ്രവാചകൻ മക്കയിൽ പ്രബോധനം ആരംഭിച്ച കാലം, പ്രവാചകത്വം സിദ്ധിച്ച ആ കാലം, അവിടെ പ്രവാചകൻ കഅബയുടെ അരികിൽ ചെന്നിരിക്കും. അതിനു ചുറ്റും പല വിധത്തിലുള്ള ആഘോഷങ്ങളും നടക്കും. അവിടെ പാട്ട് പാടുന്നവരുണ്ട്, കഥ പറയുന്നവരുണ്ട്. കഥ പറച്ചിലെന്ന് പറയുന്നത് അന്ന് വളരെ വ്യാപകമായിരുന്നു. ഒരു സ്റ്റേജ് കെട്ടും, ഒരു കഥാകാരൻ സ്റ്റേജിൽ കയറും, കഥ പറയും, ആളുകൾ ചുറ്റും കൂടും, ആരവം മുഴക്കും. കഥ മുറുകുന്ന ഘട്ടത്തിൽ ഇയാൾക്ക് പല വിധത്തിലുള്ള സമ്മാനങ്ങളും കൊടുക്കും. അതിലൊക്കെ പ്രവാചകൻ പങ്കെടുത്തിരുന്നു. എന്ന് മാത്രമല്ല, ഇടവേളയിൽ കാതികൻ പ്രസംഗം നിർത്തുമ്പോൾ പ്രവാചകൻ കയറി തനിക്ക് പറയാനുള്ളതും പറയും. ഒരു നാട്ടിന്റെ സാംസ്കാരിക പരിസരങ്ങളെ എങ്ങനെ ധർമ്മത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താമെന്നാണ് പ്രവാചകൻ കാണിച്ചു തന്നത്. നമ്മൾ സിനിമയോടും നാടകത്തോടും കലകളോടുമെല്ലാം വേറിട്ട് നിൽക്കുമ്പോൾ പ്രവാചകൻ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. സിനിമയും നാടകവും എന്നല്ല, അന്ന് എന്തൊക്കെയാണോ സാധ്യത അതൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഒക്കാന്ന് ചന്ത എന്ന് പറഞ്ഞിട്ടൊരു ചന്തയുണ്ട്. അത് എല്ലാ നാട്ടിൽ നിന്നും കച്ചവടക്കാർ വന്ന് വർഷത്തിൽ ഏതാണ്ട് ഒരു മാസത്തോളം അവിടെ താമസിച്ച് പല വിധത്തിലുള്ള, ഒരുപക്ഷെ ആ നാട്ടുകാർക്കൊന്നും ഒരിക്കലും കാണാൻ കഴിയാത്ത പല സാധനങ്ങളും വന്ന് വിനിമയം ചെയ്യുന്ന ഒരു ചന്തയാണ്. ഏതാണ്ട് തായിഫിന്റെ ഭാഗത്താണ്. അവിടേക്ക് പ്രവാചകൻ പോകും. അവിടെ നൃത്തങ്ങളുണ്ട്, സംഗീതമുണ്ട്. വിദേശത്തു നിന്നൊക്കെ നർത്തകികളെ കൊണ്ടുവന്ന് നൃത്തം ചെയ്യിക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു. സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാളും വലുപ്പത്തിലാണ് ഉക്കാദ് ചന്ത. ആ ചന്തയിൽ നബി പോകും. എന്നിട്ട് അവിടെ കൂടുന്ന ജനങ്ങളോടൊക്കെ നബി സംസാരിക്കും. ഇങ്ങനെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന, പ്രാദേശികമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന, വിട്ടുനിൽക്കൽ ഹറാമാണ്, പോകരുത് എന്ന് പറയുകയല്ല, അവിടെ പോവുകയാണ് പ്രവാചകൻ ചെയ്തത്. ഇത് നമ്മൾ പഠിക്കേണ്ടുന്ന പാഠമാണ്. നബിയെ പഠിക്കണം നമ്മൾ. നബിയെ പഠിക്കേണ്ടത് നബി തിന്നിട്ട് വിരൽ ഊമ്പിയിരുന്നോ ഇല്ലേ എന്നല്ല നബിയെ കുറിച്ച് പഠിക്കേണ്ടത്. നബി ആദ്യത്തെ വലത് കാലിലാണോ ചെരുപ്പിട്ടത് അല്ലേ എന്നല്ല പഠിക്കേണ്ടത്. നിങ്ങൾ വലത് കാലിൽ ചെരുപ്പിട്ടാലും ഇടത് കാലിൽ ചെരുപ്പിട്ടാലും കാലിൽ ചെരുപ്പുണ്ടോ നോക്കിയാൽ മതി. അതൊന്നുമല്ല വിഷയം. വിഷയം മൂല്യങ്ങളാണ്. മൂല്യവിരുദ്ധമല്ലാത്ത ഏത് ആചാരങ്ങളെയും ഏത് സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാം. മാനവവിരുദ്ധമാകരുത്, മൂല്യവിരുദ്ധമാകരുത്. ഇത് പ്രവാചകനിൽ നിന്ന് പഠിക്കേണ്ടുന്ന ഒരു പാഠമാണ്. പ്രവാചകനെ പഠിക്കുക എന്നതുകൊണ്ട് നമ്മളെ ഈ പുരോഹിതന്മാർ പഠിപ്പിച്ചത് നിങ്ങൾ വലത് കാലിൽ ആദ്യം ചെരുപ്പിടണം എന്നുള്ളതാണ്. അതല്ല പ്രവാചകൻ ചെരുപ്പ് ധരിക്കണം എന്ന് പഠിപ്പിക്കാൻ വന്ന ആളല്ല. മൂല്യങ്ങളാണ് പഠിപ്പിച്ചത്. ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നാണ് പഠിപ്പിച്ചത്. മനുഷ്യനെ എങ്ങനെ ബന്ധപ്പെടണമെന്നും സ്നേഹിക്കണമെന്നുമാണ് പഠിപ്പിച്ചത്. അപ്പൊ സുന്നത്തെന്ന് നമ്മളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും സുന്നത്തല്ല, അതൊക്കെ ആദത്താണ്. അങ്ങനെയാണ്. സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചതൊന്നും സുന്നത്തല്ല, അതൊക്കെ ആദത്താണ്. എന്തൊക്കെയാണ് സുന്നത്ത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കക്കൂസി കയറുമ്പോൾ ഇടത് കാലം വെച്ച് കയറണം എന്ന് പഠിപ്പിക്കുന്ന സുന്നത്ത്, അതല്ല സുന്നത്ത്. കക്കൂസി കഴിയുമ്പോൾ വഴുതാതെ ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിക്കലാണ്. അല്ലാതെ നിങ്ങൾ ഏത് കാലെടുത്ത് വെച്ച് കയറുന്നു? കക്കൂസിൽ എന്താ പിശാച് കുടികെട്ടിയിരിക്കുകയാണോ? നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ കാല് ഇടത് കാലിനും വലത് കാലിനും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങളുടെ ഇടത് കാലം മോശമാണോ? നിങ്ങളുടെ ഇടത് കാല് പാപം ചെയ്ത കാലാണ്, ഇടത് കാല് നരകത്തിലെ കാലാണെന്ന് ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? വലത് കാലിനേക്കാളും എന്ത് മോശത്തര ഇടത് കാലിനുള്ളത്? ഇടത് കാലിനേക്കാളും എന്ത് മേന്മയാണ്, എന്ത് കേമത്താണ് വലത് കാലിനുള്ളത്? ആരാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചത്? നിങ്ങളുടെ ഇടത് കൈയും വലത് കൈയും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോ ഇതൊക്കെ ആരാ നമ്മളെ പഠിപ്പിച്ചത്? ഇടത് കാലിൽ വെച്ച് കയറിയ മോശം, വലത് കാലിൽ വെച്ച് കയറിയ നല്ലത്. ഇതൊക്കെ നമുക്കും ഇല്ലേ? നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നില്ലേ? ഇതൊന്നും പഠിപ്പിക്കാനല്ല റസൂൽ വന്നത്. മറിച്ച് നിങ്ങളെ മൂല്യം പഠിപ്പിക്കാനാണ്, ജീവിതം പഠിപ്പിക്കാനാണ്, മനുഷ്യരോട് ഇടപെടുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാനാണ്. ഇതാണ് നാം പഠിക്കേണ്ടത്. നമ്മുടെ നാട്, നമ്മുടെ പ്രദേശം, നമ്മുടെ കൂടെ ജീവിക്കുന്ന ജനത, നമ്മുടെ നാട്ടിന്റെ പ്രകൃതി, ഇതൊക്കെയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടത്. അറബികൾക്ക് പ്രധാനപ്പെട്ടതുപോലെ കേരളം മലയാളികൾക്ക് പ്രധാനപ്പെട്ടതാണ്. അറബി ഭാഷ അറബികൾക്ക് പ്രിയങ്കരമായതുപോലെ മലയാള ഭാഷ മലയാളികൾക്ക് പ്രിയങ്കരമാണ്. ഏത് ഭാഷയും സംസാരിക്കാൻ എനിക്ക് അള്ളാഹു അവസരം തരുമെങ്കിൽ
ഞാൻ സ്വർഗത്തിൽ വെച്ച് മലയാളമല്ലാതെ സംസാരിക്കില്ല. എനിക്ക് ചങ്ങമ്പുഴയുടെ കവിതയോളം ഒരു ഇംറൂൽ ഖൈസിന്റെ കവിതയും എനിക്ക് ഹൃദ്യമല്ല. ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് മലയാളമില്ലാത്ത സ്വർഗം സ്വർഗമായിരിക്കില്ല. നമ്മുടെ കവിതകളില്ലാത്ത സ്വർഗം സ്വർഗമായിരിക്കില്ല. അപ്പോ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ഭാഷയെ നമ്മളെ ഉൾക്കൊള്ളുന്ന ഒരു ദീനാണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടെ നിന്നോ കടന്നു വന്ന ഒരു അന്യദീനല്ല. ഇത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള, നമ്മളായി തീർന്നിട്ടുള്ള ഒരു ദീനാണ്. ആ ദീനിനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിൽ ഹാജാത്ത് طيب صلاهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر دعائنا